വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുവരെ ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് പുതുവർഷമാണ്. പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു. ഇന്ന് ഈ പുതുവർഷത്തിൽ നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റായ ഈ രീതിയിലുള്ള ഈ ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെ ചെയ്യുമെന്നുള്ള ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക, ഇതുപോലെ ചെയ്തു നോക്കുക. തീർച്ചയായും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ നല്ല ഭംഗിയായ രീതിയിൽ എങ്ങനെ ബീഫ് ഡ്രൈ ഫ്രൈ BDF ചെയ്യുമെന്നുള്ള ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു വെക്കുക. ഇതിൻ്റെ എല്ലാ അളവുകളും കൃത്യമായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഈ BDF നമുക്ക് കിട്ടും. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കിലോ ഇറച്ചിയാണ്. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. 1/4 കപ്പ് വെള്ളം ചേർക്കുക. വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ രീതിയിൽ ബീഫിൻ്റെ ഉള്ളിൽ വെള്ളം ചേർക്കാറില്ല, പക്ഷേ നമുക്കിത് അല്പം വെള്ളം ആവശ്യമുള്ളതാണ് വെള്ളം ചേർക്കുന്നത്. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിൻ്റെ മസാലക്കൂട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കുക്കറിൽ വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ സാധാ വേവിക്കുന്നതിനേക്കാൾ അല്പം വേവ് കുറച്ചെടുത്താൽ മതി. ഇതുപോലെ എടുത്താൽ മാത്രം മതി. കാരണം ഇത് നമുക്കിനി ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കാം. നമ്മൾ എപ്പോഴും വേവിക്കുന്ന പോലെ, കറിക്ക് വേവിക്കുന്ന പോലെ വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കറക്റ്റായ രീതി മുറിച്ച് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അല്പം വേവ് കുറച്ചെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലും കനത്തിലൊക്കെ എടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ നീളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുറിച്ച പീസ് കുറച്ച് വലുതാക്കി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പീസായിട്ട് കിട്ടുന്നതാണ്. ഇതിപ്പോൾ എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലക്കൂട്ട് വേണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തിരിക്കുന്നതാണ് നമ്മൾ കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. വിനാഗിരി ചേർക്കുന്നു 1 ടേബിൾ സ്പൂൺ. ഉപ്പ് ചേർക്കുന്നു. ബീഫ് വേവിച്ച് വെള്ളമാണ്. ഇതിന് കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഈ മിശ്രിതമായതിനു ശേഷം അതിനുള്ളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫ് കഷ്ണങ്ങൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ മസാലക്കൂട്ട് നമുക്ക് പിടിച്ച് കിട്ടേണ്ടതുണ്ട്. ഇതുപോലെ മുഴുവൻ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. കാരണം മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. അരമണിക്കൂർ കഴിയുമ്പോൾ മാത്രം നോൺ സ്റ്റിക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ, ഞാനൊരു 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബീഫ് മുങ്ങിക്കിടക്കുന്ന രീതി അത്രയും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോ പീസുകളായി നമ്മൾ ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിം വെച്ചാൽ മാത്രം മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ഓരോ പീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. മിനിമം 1 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ മസാല പെട്ടെന്ന് വിട്ടുവരാൻ ചാൻസ് ഉണ്ട്. 1 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് മീഡിയം ഫ്ലെയിം മാത്രം വെച്ചാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് ഇത്. പൊറോട്ടക്കൊപ്പമോ അല്ലാന്നുണ്ടെങ്കിൽ പത്തിരിയോ ചപ്പാത്തിയൊക്കെ ഒപ്പം കഴിക്കാവുന്ന ഒരു ടേസ്റ്റാണ്. ഇത്രയാവുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും വെറുതെ നമുക്ക് കഴിക്കാവുന്ന പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. ഈ പുതുവർഷത്തിൽ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇത് ഇതുപോലത്തെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അത് മുഴുവൻ ഓയിൽ സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായും ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.